ഒരു കുഞ്ഞിപ്പെണ്ണ് രാത്രി ഉറങ്ങുമ്പോൾ പല പല സ്വപ്നങ്ങൾ കാണുന്നു. രാവിലെ ഉണർന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ ഒരു വലിയ റെഡ് പാണ്ടയായി മാറിയിരിക്കുന്നു. അവൾ അത് കണ്ട് പേടിച്ച് അലറുന്നു. അവളുടെ അമ്മ അവൾക്ക് എന്ത് പറ്റിയെന്ന് പേടിച്ച് അകത്ത് വന്നപ്പോൾ അവൾ ഒരു കർട്ടന്റെ പുറകിൽ ഒളിച്ച് അമ്മ ഇറങ്ങി പോകാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് അവൾ ഒരു സ്വപ്നമായിരിക്കുമെന്ന് ചിന്തിച്ച് ഉറങ്ങിയാൽ ശരിയാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൾ ഉറങ്ങുന്നു. അവളുടെ ആ വെപ്രാളത്തിൽ നിന്ന് റിലാക്സ് ആകുന്നതിനനുസരിച്ച് പാണ്ഡാരൂപം കുറച്ച് കുറച്ച് മറഞ്ഞു പോകുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വെപ്രാളം വരുമ്പോൾ പാണ്ഡാരൂപവും റിലാക്സ് ആകുമ്പോൾ പഴയ രൂപത്തിലും വരുന്നു. പക്ഷെ അവളുടെ തലമുടിക്ക് മാത്രം കളർ മാറുന്നില്ല. അത് കഴിഞ്ഞ് അവളുടെ അമ്മ അവളെ കാറിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നു. അവളും അവളുടെ മുടി ആരും കാണാതിരിക്കാൻ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അവൾ അവളുടെ ക്ലാസ്സിലിരിക്കുന്നു. അന്നേരം അവളുടെ അമ്മ മകൾ രാവിലെ വേറെ രീതിയിലായിരുന്നല്ലോ, അവൾക്ക് എന്തായിരിക്കുമെന്നറിയാതെ സ്കൂളിന്റെ പുറത്തുള്ള ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് അവളെ വാച്ച് ചെയ്യുന്നു. അവളുടെ അമ്മ നോക്കുന്നത് അവൾ കാണുന്നു. അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം കൂടി വന്ന് ക്ലാസ്സിൽ തന്നെ റെഡ് പാണ്ടയായി മാറുന്നു. അവളെ കണ്ട് എല്ലാവരും പേടിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് അവൾ സ്കൂളിൽ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് അവൾ അവളുടെ വീട്ടിൽ നോക്കി ഓടിപ്പോകുന്നു. അവളുടെ അമ്മയും അവളെ ഫോളോ ചെയ്തു പോകുന്നു. ഇങ്ങനെയോ അവൾ അവളുടെ വീട്ടിൽ വന്നെത്തുന്നു. മുറിയിൽ വന്നിട്ട് അവൾ ബെഡ്ഷീറ്റ് മൂടി കരയുന്നു. അവളുടെ അച്ഛൻ വന്നിട്ട് അവളെ കണ്ടിട്ട് എങ്ങനെ അവൾ ഇത്രയും പെട്ടെന്ന് മാറിയെന്ന് പറയുന്നു. അവൾ ഇങ്ങനെ മാറുമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോഴാണ് അവളുടെ അമ്മ പറയുന്നത്, നീ സങ്കടപ്പെടേണ്ട, ഇത് ശരിയാക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പ്രായപൂർത്തിയായാൽ റെഡ് പാണ്ടയാകുമെന്ന്. ഞാനും റെഡ് പാണ്ടയായിരുന്നു. ഒരു ചടങ്ങ് ചെയ്ത് ആ റെഡ് പാണ്ടയെ ഒരു ലോക്കറ്റിൽ അടച്ചു വെച്ച് എന്ന് പറയുന്നു. ആ ലോക്കറ്റ് എടുത്ത് കാണിക്കുന്നു. അതുമാത്രമല്ല, ആ ചടങ്ങ് നിനക്കും ചെയ്താൽ റെഡ് പാണ്ട നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാമെന്ന് പറയുന്നു. പക്ഷേ ആ ചടങ്ങ് ആകാശത്ത് റെഡ് മൂൺ വരുന്ന അന്നാണ് ചെയ്യേണ്ടത്. അടുത്ത റെഡ് മൂണ് മെയ് 25-ാം തീയതിയാണ് വരുന്നത്. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് റെഡ് പാണ്ടയായിട്ട് മാറി ഫ്രണ്ട്സിന്റെ കൂടെ സന്തോഷമായിട്ട് കളിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ചടങ്ങ് ചെയ്യാൻ വേണ്ടി അവളുടെ അമ്മയുടെ ഫാമിലിയിൽ നിന്ന് മെമ്പേഴ്സ് എല്ലാവരും വീട്ടിൽ വരുന്നു. അന്ന് രാത്രി അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളുടെ അടുത്ത്, ഈ പാണ്ടയെ നിന്റെ ശരീരത്തിൽ തന്നെ വെച്ചേക്ക്, പുറത്ത് കളയണ്ട, നീ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നു. ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അടുത്തുള്ള റേഡിയോയിൽ പാട്ട് പരിപാടിക്ക് പോകണമെന്ന് പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു. ആ ഷോയും മെയ് 25-ാം തീയതിയാണെന്ന് നടക്കുന്നതെന്ന് പറയുന്നു. അന്നാണ് അവൾക്ക് ആ ചടങ്ങ് നടത്താനിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ പരിപാടിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് റെഡ് പാണ്ടയായിട്ട് മാറുന്നു. അങ്ങനെ മെയ് 25 വരുന്നു. അവൾക്ക് ആ ചടങ്ങ് ചെയ്യാൻ തുടങ്ങുന്നു. അവൾക്ക് ചുറ്റും വലിയ വട്ടം വരച്ച് മന്ത്രം പറയാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾ മുകളിൽ പറന്ന് ആത്മാവിന്റെ ലോകത്തിൽ ചെല്ലുന്നു. അവിടെ ഒരു മായക്കണ്ണാടി ഉണ്ട്. അതിനകത്ത് പോയാൽ അവൾ ശരിക്കുമുള്ള ലോകത്ത് വരും. പാണ്ട ആത്മാവിന്റെ ലോകത്തും വരും. പക്ഷെ അവൾ ആ കണ്ണാടിയിലകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാണ്ടയുടെ കൂടെ ഇരുന്ന കാര്യങ്ങൾ ഓർത്ത് മനസ്സില്ലാതെ തിരിച്ച് അവൾ ആ പാണ്ടയുടെ കൂടെ ചേരുന്നു. ഇത് കണ്ട അവളുടെ അമ്മ ചടങ്ങ് ഒന്നും കൂടി ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ അവൾ പറയുന്നു, ഒന്നും ചെയ്യണ്ട, ഈ പാണ്ട എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് അവൾ പാട്ട് പരിപാടിക്ക് പോകുവാണെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ അവളെ എല്ലാവരും നിർത്താൻ നോക്കുന്നു. അതിൽ അവളുടെ അമ്മ താഴെ വീണ് ആ ലോക്കറ്റ് പൊട്ടുന്നു. ആ സമയത്ത് അവൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അതിലും വലിയ റെഡ് പാണ്ടയായിട്ട് മാറിയിട്ട് ആ മ്യൂസിക് ഷോയിൽ നടക്കുന്ന സ്ഥലത്ത് മകളെ തേടി പോകുന്നു. അവരെ കണ്ട് എല്ലാവരും പേടിച്ചോടുന്നു. അവർ ഭയങ്കര ദേഷ്യത്തിൽ മകളെ പിടിച്ചു പൊക്കി നീ ചെയ്തത് തെറ്റെന്ന് പറയുന്നു. അങ്ങനെ അവളും ദേഷ്യപ്പെട്ട് പാണ്ടയായിട്ട് മാറുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ സൈസും കമ്പയർ ചെയ്ത് നോക്കിയാൽ അവളുടെ അമ്മയാണ് വലുത്. ഇപ്പോൾ അവളുടെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും വരുന്നു. വന്ന് അവളുടെ അമ്മയുടെ ചുറ്റും വലിയ വട്ടം വരച്ച് ആ ചടങ്ങ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും പാണ്ടയായി മാറി അവളുടെ അമ്മയെ ആ വട്ടത്തിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് മന്ത്രം പറയാൻ തുടങ്ങുന്നു. മന്ത്രം പറഞ്ഞ ഉടനെ പാണ്ടയായിട്ട് എല്ലാവരും ചേർന്ന് ആത്മാവ് ലോകത്തിൽ പോകുന്നു. അവിടെ പോയ ഉടനെ അവളുടെ അമ്മ അവളുടെ അടുത്ത്, ഞാൻ ചെയ്തതാണ് തെറ്റ്, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ജീവിക്കുകയും ആ പാണ്ടയെ നിന്റെ കൂടെ വെക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് ഓക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവളല്ലാതെ ബാക്കിയുള്ളവർ എല്ലാവരും മായക്കണ്ണാടിയിലകത്ത് പോയി നോർമൽ മനുഷ്യരാകുന്നു. അവൾ മാത്രം റെഡ് പാണ്ടയെ കൂടെ വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നു.